ഹൃദയം നിറഞ്ഞ സ്വാഗതം. കർക്കിടക മാസത്തിലെ നമ്മുടെ രാമായണ യാത്രയുടെ 8ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നാം സീതാദേവിയുടെ മഹത്തായ വ്യക്തിത്വത്തെക്കുറിച്ച് സംസാരിച്ചു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രാമായണത്തിലെ ഏറ്റവും നിസ്വാർത്ഥനായ വ്യക്തികളിൽ ഒരാളെയാണ്, ലക്ഷ്മണൻ. രാമായണം വായിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ ഒരു ചോദ്യം ഉയരും. എന്തുകൊണ്ടാണ് ലക്ഷ്മണൻ സ്വന്തം ജീവിതവും സൗകര്യങ്ങളും വിട്ട് 14 വർഷം ശ്രീരാമനോടൊപ്പം വനവാസത്തിന് പോയത്? ഉത്തരം ഒരു വാക്കിലാണ്: സ്നേഹം. എന്നാൽ അത് വെറും സഹോദര സ്നേഹമല്ല, ധർമ്മത്തോടുള്ള സ്നേഹമായിരുന്നു. ലക്ഷ്മണൻ ശ്രീരാമന്റെ അനുജനായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരിക്കലും സ്വയം രണ്ടാമനായി കരുതിയില്ല. അദ്ദേഹത്തിന് ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ: എന്റെ ജീവിതം ശ്രീരാമനെ സേവിക്കാൻ വേണ്ടിയാകട്ടെ. ഇത് നിർബന്ധമല്ലായിരുന്നു. ആരും അദ്ദേഹത്തോട് വനവാസത്തിന് വരാൻ പറഞ്ഞിരുന്നതുമില്ല. അത് ലക്ഷ്മണന്റെ സ്വന്തം തീരുമാനമായിരുന്നു. ഒരു നിമിഷം ചിന്തിക്കൂ. അയോധ്യയിലെ രാജകുമാരൻ, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്ന ഒരു ജീവിതം. അതെല്ലാം ഉപേക്ഷിച്ച് കാടുകളിലൂടെ നടക്കുന്നു, കുടിൽ നിർമ്മിക്കുന്നു, രാത്രികളിൽ കാവൽ നിൽക്കുന്നു. എന്തിന്? കാരണം സ്നേഹം കണക്കുകൂട്ടലുകൾ നടത്താറില്ല. ലക്ഷ്മണന്റെ ജീവിതത്തിലെ മറ്റൊരു വലിയ കഥാപാത്രം ആരാണെന്നറിയാമോ? ഊർമിള, അദ്ദേഹത്തിന്റെ ഭാര്യ. രാമായണത്തിൽ അധികം പറയപ്പെടാത്ത ഒരു മഹത്തായ വ്യക്തിത്വം. ലക്ഷ്മണൻ വനവാസത്തിന് പോകുമ്പോൾ ഊർമിള അദ്ദേഹത്തെ തടഞ്ഞില്ല, പരാതിപ്പെട്ടില്ല. സ്വന്തം ഭർത്താവിന്റെ ധർമ്മനിഷ്ഠയെ മനസ്സിലാക്കി. ചിലപ്പോൾ ചരിത്രത്തിൽ പേരില്ലാതെ പോകുന്ന ത്യാഗങ്ങളാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് തന്നെ ഊർമിളയെയും നാം ആദരിക്കണം. ലക്ഷ്മണന്റെ സ്വഭാവത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം വളരെ ധീരനായിരുന്നു, പക്ഷേ അതോടൊപ്പം വികാരാധീനമായിരുന്നു. ശ്രീരാമനെ ആരെങ്കിലും അപമാനിച്ചാൽ ആദ്യമായി പ്രതികരിക്കുന്നത് ലക്ഷ്മണനായിരുന്നു. എന്നാൽ രാമൻ അദ്ദേഹത്തെ പലപ്പോഴും ക്ഷമയും വിവേകവും പഠിപ്പിച്ചു. ഇതും ഒരു വലിയ പാഠമാണ്. സ്നേഹം മാത്രം പോരാ, സ്നേഹത്തിന് വിവേകവും കൂടെ വേണം. ലക്ഷ്മണരേഖ എന്ന വാക്ക് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. വാൽമീകി രാമായണത്തിൽ ഈ സംഭവം ഈ രൂപത്തിൽ ഇല്ലെങ്കിലും പിന്നീടുണ്ടായ രാമായണ പാരമ്പര്യങ്ങളിൽ അത് പ്രസിദ്ധമായി. ഇന്ന് ലക്ഷ്മണരേഖ എന്നത് ഒരു പ്രതീകമാണ്. ജീവിതത്തിൽ ചില അതിരുകൾ നാം സ്വയം നിശ്ചയിക്കണം. സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിൽ, ധർമ്മത്തിന്റെയും അധർമ്മത്തിന്റെയും ഇടയിൽ, ശരിയുടെയും തെറ്റിന്റെയും ഇടയിൽ. അതിരുകളില്ലാത്ത ജീവിതം പലപ്പോഴും അപകടങ്ങളിലേക്ക് നയിക്കും. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്മണനിൽ നിന്ന് എന്താണ് പഠിക്കാൻ കഴിയുക? ഒന്നാമതായി, കുടുംബത്തിന് വേണ്ടി സമയം കണ്ടെത്തുക. രണ്ടാമതായി, നമ്മൾ സ്നേഹിക്കുന്നവരെ പ്രതിസന്ധിയിൽ ഒറ്റയ്ക്കാക്കാതിരിക്കുക. മൂന്നാമതായി, സേവനം ചെയ്യുമ്പോൾ പ്രതിഫലം പ്രതീക്ഷിക്കാതിരിക്കുക. ലക്ഷ്മണൻ ഒരിക്കലും പ്രശംസ തേടിയില്ല. അദ്ദേഹത്തിന് ശ്രീരാമന്റെ സന്തോഷം തന്നെയായിരുന്നു ഏറ്റവും വലിയ സമ്മാനം. ഇന്നത്തെ സമൂഹത്തിൽ സഹോദരങ്ങൾ തമ്മിൽ സ്വത്തിന്റെ പേരിൽ പോലും അകന്നു പോകുന്ന വാർത്തകൾ നാം കേൾക്കാറുണ്ട്. രാമായണം നമ്മെ മറ്റൊരു ചിത്രം കാണിക്കുന്നു. ഒരു സഹോദരൻ രാജ്യം ഉപേക്ഷിക്കുന്നു, മറ്റൊരു സഹോദരൻ വനവാസത്തിലേക്ക് കൂടെ പോകുന്നു, ഇനിയും ഒരാൾ രാജ്യം സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നു. ഇതാണ് രാമായണം പഠിപ്പിക്കുന്ന ബന്ധങ്ങളുടെ മഹത്വം. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ചിന്ത. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എപ്പോഴും ഒപ്പം നിന്ന ഒരാൾ ആരാണ്? ഒരു സഹോദരനാകാം, ഒരു സഹോദരിയാകാം, ഒരു സുഹൃത്താകാം, ജീവിത പങ്കാളിയാകാം. ഇന്ന് അവരോട് ഒരു നന്ദി പറയും. കാരണം പ്രതിസന്ധിയിൽ കൂടെ നിൽക്കുന്നവരാണ് നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ സമ്പത്ത്. നാളത്തെ വീഡിയോയിൽ നമുക്ക് രാമായണത്തിലെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കഥാപാത്രങ്ങളിൽ ഒരാളെ പരിചയപ്പെടാം: ഭരതൻ. രാജ്യം ലഭിച്ചിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹം സിംഹാസനത്തിൽ ഇരിക്കാൻ വിസമ്മതിച്ചത്? ശ്രീരാമന്റെ പാദുകങ്ങൾ സിംഹാസനത്തിൽ വെച്ചതിന്റെ പിന്നിലെ ആത്മീയ സന്ദേശം എന്താണ്? അതാണ് നാളത്തെ വിഷയം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, പാലാഴി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ രാമായണ യാത്ര നിങ്ങളുടെ കുടുംബ
കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും പങ്കുവയ്ക്കൂ. ഈ കർക്കടക മാസത്തിൽ ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും സ്നേഹവും ഐക്യവും നിങ്ങളുടെ കുടുംബങ്ങളിൽ എന്നും നിലനിൽക്കട്ടെ. ജയ് ശ്രീരാം. നന്ദി. നമസ്കാരം.